കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ മണ്ഡലമാണ്. എലത്തൂരിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ ഏതാനും ഒന്നോ രണ്ടോ കുറച്ച് വാർഡുകളും ബാക്കി പഞ്ചായത്തുകളാണ് വരുന്നത്. 7 ലോക്കൽ ബോഡിയാണ് എലത്തൂരിലുള്ളത്. എലത്തൂരിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ട് നോക്കുകയാണെങ്കിൽ LDF ആണ് ഇതും ടൈറ്റായിട്ടുള്ളൊരു മണ്ഡലമാണ്. കോഴിക്കോട് കണ്ണൂർ ജില്ല അനലൈസിംഗ് മിക്കതും കോർണറിങ് ആയിരുന്നു. ഒന്നുകിൽ LDF കോട്ട അല്ലെങ്കിൽ UDF കോട്ട എന്നുള്ളതായിരുന്നു. കോഴിക്കോട് ജില്ല മിക്കതും ഭയങ്കര ടൈറ്റായിട്ടുള്ള മണ്ഡലങ്ങളാണ്. എല്ലാം ഒരു 5000 താഴെ വോട്ടിനൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭൂരിപക്ഷത്തിരിക്കുന്നത്. LDF 72,000 വോട്ട് കിട്ടി, 41.5% കിട്ടിയപ്പോൾ UDF 66,187 വോട്ട് കിട്ടി, 6,000 വോട്ടിന്റെ വ്യത്യാസമുണ്ട്. BJPക്ക് പ്രസൻസ് ഉണ്ട്, 15% 26,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. അതേഴ്സ് എല്ലാം കൂടെ ഒരു 10,000 വോട്ട്, 9,000 വോട്ട് വെളിയിലുണ്ട്. അപ്പം മെമ്പർമാർ നോക്കി LDF 63, UDF 58, NDA 4, അതേഴ്സ് 4. നമുക്ക് എന്തായാലും സ്ഥാനാർത്ഥികളെ നോക്കാം. 2014 ട്രെൻഡ് നോക്കുകയാണെങ്കിൽ 2015 LDF ജയിച്ച മണ്ഡലമാണ്. 2016 LDF തന്നെയായിരുന്നു, നിലനിർത്തുകയാണ്. അപ്പോൾ LDF കോട്ടയാണ്. 2021 AK ശശീന്ദ്രൻ അദ്ദേഹം വീണ്ടും മത്സരിച്ച് ജയിക്കുകയാണ് ചെയ്തത്. സിറ്റിംഗ് MLA 3 ടൈമായിട്ട് അദ്ദേഹം ജയിക്കുകയാണ്. അപ്പോൾ 2026 അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് ഒരു ലേഡി കാൻഡിഡേറ്റ് ആണ് ഇരിക്കുന്നത്, വിദ്യാ ബാലകൃഷ്ണൻ. BJP T ദേവദാസ്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം വിദ്യാ ബാലകൃഷ്ണൻ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. പ്രത്യേകിച്ച് വനിതകൾ കൂടുതൽ വോട്ട് അട്രാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു നെഗറ്റീവൊന്നുമില്ല, പുതിയ മുഖം എന്നുള്ള രീതിയിൽ ഒരു രാഷ്ട്രീയക്കാരി, വലിയ കുഴപ്പമില്ല, കാൻഡിഡേറ്റ് നല്ലതാണ്. സോ ഇറ്റ് വിൽ അട്രാക്ട് വോട്ട്. LDFനെ സംബന്ധിച്ച് സിറ്റിംഗ് MLA ആണ്, കുറച്ചാളായിട്ട് MLA ആണ്. ഭരണവിരുദ്ധ വികാരം നല്ലപോലെ അലയടിക്കും അങ്ങനെയുള്ള ആൾക്കാരുടെ മേൽ. എന്തായാലും LDFന്റെ വോട്ട് കുറയുമെന്നും ഇത് UDFിലോട്ട് തന്നെ ആയിരിക്കും വേണ്ടിയ. UDF വോട്ട് കൂടുകയും UDF ഒരു കൺവിൻസിങ് മാർജിനിൽ ഈ എലത്തൂർ മണ്ഡലം ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. 6,000 വോട്ട് എന്ന് പറഞ്ഞാൽ 3,000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ SAR വന്നപ്പോൾ വോട്ട് കുറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഒരു ഈസി വിക്ടറി ആയിട്ട് UDF സുഖമായിട്ട് കയറുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു നല്ലൊരു മാർജിനിൽ തന്നെ 2,000-3,000 നിലവിൽ ഇത്രയും പുറകെ നിന്നിട്ടുള്ള ചെറിയൊരു മാർജിനിൽ UDF എലത്തൂർ സീറ്റ് വിജയിക്കും.